ശരി, ജംഷീർ കൊടിഞ്ഞി കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീര, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പാലക്കാട് പലയിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളൊക്കെ അന്വേഷണ സംഘം ശേഖരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? കൃത്യമായി MLA എവിടേക്കായിരിക്കും പോയിരിക്കുക എന്ന് സ്ഥിരീകരിക്കാൻ സ്പോട്ട് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞോ? അമൃത, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിറകെ തന്നെ അന്വേഷണ സംഘം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഈ ചുവന്ന പോളോ കാർ, സിനിമാ താരത്തിന്റെ ചുവന്ന പോളോ കാറിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിന്ന് പോയത്, വ്യാഴാഴ്ച വൈകുന്നേരം പോയത് എന്നുള്ളതാണ്. ഈ കാർ പോയ വഴികൾക്ക് പിന്നാലെ അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അന്വേഷണ സംഘം പിറകെയുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ അദ്ദേഹം പോയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പാലക്കാട്ട് നിന്ന് അന്വേഷണ സംഘം രണ്ടായി തിരിഞ്ഞിരിക്കുന്നു. അതിൽ ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ട്, മറ്റൊരു സംഘം ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കെയർടേക്കറെ ചോദ്യം ചെയ്യുമെന്ന്. പക്ഷേ ഇന്നലെ അന്വേഷണ സംഘം രാഹുൽ പോയ വഴികൾക്ക് പിറകെയായിരുന്നു. അതുകൊണ്ട് ഈ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെ കെയർടേക്കറെ ചോദ്യം ചെയ്തിട്ടില്ല. ഇന്നായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ ഈ അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം, SITയിലെ ഒരു വിഭാഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വഴികൾ തേടിയുള്ള യാത്രയിലായിരുന്നു. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സഹായത്തോടെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പക്ഷേ അതിൽ പലയിടങ്ങളിൽ നിന്നും കൃത്യമായ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. കാരണം CCTV ദൃശ്യങ്ങളില്ലാത്ത പല വഴികളിലൂടെയും ഈ കാറ് പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ജില്ലയുടെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന വിവിധയിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും റോഡിലുള്ള ക്യാമറകൾ ഉൾപ്പെടെ പരിശോധിച്ചത്. അങ്ങനെയാണ് ഈ കാറ് പോയ വഴികളിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് പൊള്ളാച്ചിയിൽ 2 ദിവസം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് പോയത് നേരെ പൊള്ളാച്ചിയിലേക്കാണ്. അവിടെ വ്യാഴവും വെള്ളിയാഴ്ചയും അവിടെ തുടർന്നു. തൊട്ടടുത്ത ദിവസം അവിടെ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് പോയത് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അന്വേഷണ സംഘം കോയമ്പത്തൂരിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. അന്വേഷണ സംഘം ഇപ്പോൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ അവരും പിറകെയുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഇതിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. ഈ ജാമ്യാപേക്ഷ തടയാൻ, അല്ലെങ്കിൽ ജാമ്യം തടയാൻ വേണ്ടിയുള്ള പരമാവധി തെളിവുകൾ എത്രയും വേഗം ശേഖരിക്കുക, അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കെയർടേക്കർ, അതായത് ഈ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ രാഹുൽ പോയ വ്യാഴാഴ്ച വൈകുന്നേരത്തെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതാണ്. അത് ഈ കെയർടേക്കറുടെ സഹായത്തോടെ ചെയ്തു എന്നുള്ള നിഗമനമാണ്. അതിന്റെ ഭാഗമായാണ് ഈ കെയർടേക്കറെ ചോദ്യം ചെയ്യാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ശേഖരിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ്, അതോടൊപ്പം തന്നെ ഡ്രൈവറെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ രണ്ടായി തിരിഞ്ഞ് ഒരു സംഘം തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നു. രാഹുൽ പോയ വഴികളിലൂടെയാണ് അവരും സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. രാഹുലിന്റെ തൊട്ടരികിലേക്ക് അവരെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ 2 ഫോണും അല്ലെങ്കിൽ 2 നമ്പറും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇല്ല, കയ്യിലില്ല. അത് പാലക്കാട് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പാലക്കാട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഈ ഫോണിൽ 2 എണ്ണം ഓണാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പാലക്കാടായിരുന്നു അതിന്റെ സിഗ്നൽ കാണിച്ചിരുന്നത്. അത് അന്വേഷണ സംഘം കരുതുന്നത് അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതായത് താൻ ഒളിവിൽ പോയില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. ഈ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് 3 സിമ്മുകൾ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ നമ്പറുകളുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അത്യാവശ്യം വേണ്ട ആളുകളെ ബന്ധപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഫോൺ പാലക്കാട് തന്നെ തുടരുന്നു. കൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റു ചില സിമ്മുകളാണ്. 3 സിമ്മുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണം കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ നമ്പറിൽ നിന്നാണ് ഇപ്പോൾ, പുതിയ നമ്പറുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അത്യാവശ്യം വേണ്ട ആളുകളെ ബന്ധപ്പെടുന്നത്. ശരി, ജംഷീർ കൊടിഞ്ഞിയും സിജോ വിജോണുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.